വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോയിൽ വന്നത്. ഇത് പല സഹോദരന്മാരുടെ ജെന്യൂനായിട്ടുള്ള ഒരു റിക്വസ്റ്റാണ്. ഒരു അരമണിക്കൂർ എങ്കിലും ഈ വീഡിയോ പോകും. ക്ഷമയോടെ ഒന്ന് കേൾക്കുവാൻ ശ്രമിക്കുക. ഇതിലെ പ്രധാന പ്രമേയം ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ സാധാരണ യേശുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് ചർച്ചകൾ നടത്തുന്നുണ്ട്. ചില ആളുകൾ അത് ചർച്ച ചെയ്യുന്നു, മറ്റു ചിലർ കണ്ടിട്ടില്ല, ഞാനത് കേട്ടിട്ടില്ല എന്ന ഭാവത്തിൽ തുടർന്നും യേശു ഇനി മടങ്ങി വരാൻ പോകുന്നു എന്ന് പറയുന്ന വിഷയങ്ങൾ പഠിപ്പിക്കാറ്. പുതിയ നിയമത്തിലെ ഏറ്റവും കാതലായ ഒരു വിഷയം, ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരു വേദ ചിന്തയാണ് യേശുക്രിസ്തുവിന്റെ പറോസ്യ, സെക്കൻഡ് കമ്മിങ് എന്ന വേർഡ് പോലും ബൈബിളിൽ ഇല്ല. രണ്ടാം വരവ് എന്നൊരു വാക്ക് ബൈബിളിൽ ഇല്ല. അത് നിങ്ങൾ പോയി നോക്കിയാൽ മതി. രണ്ടാം വരവ് എന്നൊരു ഒരു വാക്ക് ബൈബിളിൽ ഇല്ല. ഇത് നമ്മുടെ ആളുകൾ ഉണ്ടാക്കിയ ഒരു തിയോളജിക്കൽ ഫ്രെയിമാണ്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അങ്ങനെ ഈ രണ്ടാമത് പ്രത്യക്ഷനാകുമെന്ന ആ രണ്ടാമത് എന്നൊരു പദം ആകെ ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ ലേഖനം 9 അപ്പൊ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് വളരെ ഗൗരവമാണ്. പെന്തക്കോസ്ത് സമൂഹത്തിനകത്ത് 99% ആളുകളും, 99 ഇല്ല, ഇപ്പൊ ആളുകൾ മനസ്സിലാക്കി വരുന്നുണ്ട്, വിവരവും ബോധമൊക്കെ ആളുകൾ ഇപ്പം വരുന്നതുകൊണ്ട് ഒരു 95% ആളുകളും യേശു വരുന്നു എന്ന് പറഞ്ഞ് ജീവിച്ചും മരിച്ച് കലറയ്ക്കകത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ യേശു വരുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവരെല്ലാം തീരാറായി. യേശു വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവസാനം ഞാൻ പോകാറായി, അവൻ വരാറായി, ഞാൻ പോകാറായി എന്നൊരവസ്ഥയിലാണ്. അപ്പൊ എന്നോട് പലരും ചോദിച്ചിട്ട് എന്തിനാ യേശു, നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ബാലിശമായ ഒരു കാരണമാണ് പ്രത്യേകിച്ച് യേശുവിന്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആളുകൾ നിരത്തുന്നത്. രണ്ടാമത്തത്, വളരെ ഭയാനകമായ ഒരു സാഹചര്യം കൂടെ ലോകത്തോട് വിളിക്കും. അതായത് വലിയ നാശം വരാൻ പോകുന്നു, 3-ാം ലോക മഹായുദ്ധം വരാൻ പോകുന്നു, ആർട്ടിഫിഷ്യൽ ഇതെല്ലാം പിശാചാണ്, അന്തിക്രിസ്തുവിന്റെ കോയിനാണ് ബിറ്റ് കോയിന്. ഒരു സജു ചാത്തന്നൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ പരാമർശിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്, വ്യക്തിഹത്യയല്ല. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് അദ്ദേഹം പറയുന്ന വിഡ്ഢിത്തരങ്ങൾ, പൊട്ടത്തരങ്ങൾ, വിശുദ്ധ ബൈബിളിന് വിരുദ്ധമായതും ലോകത്തിന്റെ തത്വങ്ങൾക്ക് വിരുദ്ധമായതും ഒക്കെ പറയണമെന്നുണ്ട്. അതങ്ങനെ പറഞ്ഞാൽ അതൊരു വ്യക്തിഹത്യയായി പോകും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊന്നും പറയാത്തത്. പിന്നെ ആ ആളിനെ വിധിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹം അത് നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്, കൊള്ളാം. പക്ഷെ അത് വേദപുസ്തകമല്ല, അത് വചനവുമായിട്ട് ബന്ധമൊന്നുമില്ല. ഈ മിശിഹായുടെ മടങ്ങി വരവ്, ഞാൻ എല്ലാവരും ശ്രദ്ധിക്കണേ, ഇത് മശിഹായുടെ മടങ്ങി വരവ് തെളിയിക്കേണ്ടത് ബൈബിളിന്റെ ബേസിലാണ്. ഈ വിശുദ്ധ തിരുവെഴുത്ത് വെച്ച്, ദൈവത്തിന്റെ വചനം വെച്ച് മിശിഹായുടെ മടങ്ങി വരവ് എന്തിനാണ്, എപ്പോഴാണ് എന്നത് പഠിപ്പിക്കാൻ പറ്റുമോ ഇവർക്ക്? ഞാനിത് സജു ചാത്തന്നൂർ എന്ന് പറയുന്ന ദേവദാസൻ, ഇത് ആരെങ്കിലും അദ്ദേഹത്തിന് ഇത് എത്തിക്കണം. ഞാൻ അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യുന്നു, വെല്ലുവിളിക്കുന്നു, സ്നേഹത്തോടാകട്ടെ. നിങ്ങൾ ബൈബിൾ ശാസ്ത്രം എടുക്കരുത്, നിങ്ങൾ ഇന്റർനെറ്റ് എടുക്കരുത്, പൊളിറ്റിക്കൽ എടുക്കരുത്, എക്കണോമി എടുക്കരുത്, ഇന്ന് ലോകത്ത് കാണുന്ന ഒരു സാധനം എടുക്കണ്ട. നിങ്ങൾ വിശുദ്ധ ബൈബിളിനെ, ബൈബിളിലെ വാക്യത്തെ ബൈബിളിലെ വാക്യം കൊണ്ട് വ്യാഖ്യാനിച്ച് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് ഇനിയും സംഭവിക്കുമെന്ന് തെളിയിക്കാൻ ഞാൻ സജു ചാത്തന്നൂർ എന്ന ദൈവദാസനെ സ്നേഹത്തോടെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ഉക്രൈന്റെ കാര്യം, കൊറോണയുടെ കാര്യവും, പിന്നെ 666-ന്റെ കാര്യം, അന്തിക്രിസ്തുവിന്റെ കാര്യം, ഇതൊന്നും ബൈബിളിന്റെ സാധനമല്ല. ഇത് ബൈബിളിനകത്തില്ല. നിങ്ങൾ ബൈബിൾ, അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ, പുതിയ നിയമം പഴയ നിയമം എടുത്തിട്ട് യേശുക്രിസ്തു മടങ്ങി വരുമെന്ന്, ഇനിയും മടങ്ങി വരുമെന്ന് സത്യസന്ധമായിട്ട് തെളിയിക്കാം. ഇതൊരു ചലഞ്ചാണ്. ഞാൻ വിടുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ബൈബിൾ അധ്യാപകനോട്, വേദപുസ്തകം സെമിനാരി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനോട് ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം ഒരു PhD ഹോൾഡർ, PhD റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം, യേശു ക്രിസ്തു മടങ്ങി വരേണ്ട ആവശ്യം എന്താ? പുള്ളി പറഞ്ഞത് സഭയുടെ പ്രത്യാശയാണ്. ഞാൻ പറഞ്ഞു, ഓക്കെ, എന്തിനാണ് യേശു വരുന്നത്? മറുപടി, നമ്മെ ചേർക്കാനാണ്. തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നമ്മെ ചേർക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. അപ്പൊ നിങ്ങളുടെ ഇടയിൽ മരിച്ചു പോകുന്ന ആളുകൾ എവിടെയാ പോകുന്നത്? അത് സ്വർഗത്തിലാണ് പോകുന്നത്. അപ്പൊ മരിച്ചു പോകുന്ന ആള് സ്വർഗത്തിൽ പോകുന്നുണ്ട്, അത് മരണം കൊണ്ട് എല്ലാവരും സ്വർഗത്തിൽ എത്തുന്നുണ്ട്. അതേസമയം നമ്മെ ചേർക്കാൻ വരും. അപ്പൊ ഞാൻ ചോദിച്ചത്, എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് വെച്ച് പിന്നെ ബാക്കിയുള്ളവരുടെ കൂട്ടത്തിൽ എല്ലാം കൂടെ വാരി കൂട്ടിക്കൊണ്ടു പോകാനാണ് വരുന്നത്.
അപ്പൊ യേശു വരും, അത് നമ്മുടെ പ്രത്യാശയാണ്. ഇങ്ങനെ പറഞ്ഞ സ്ഥാനത്ത് ഞാൻ ബൈബിള് ഈ വിഷയത്തെ സംബന്ധിച്ച് മണിക്കൂറുകൾ, ആയിരക്കണക്കിന് മണിക്കൂറുകൾ ഇത് പഠിക്കാനായിട്ട് സമയം ചെലവിട്ടൊരാണ്. ഇന്നും അതിൻ്റെതായ ക്രൂഷ്യൽ ആയിട്ടുള്ള ഭാഗങ്ങളെ ഗൗരവമായ നിലയിൽ പഠിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, മെശിഹാമ്പുരാന്റെ മടങ്ങിവരവ് എന്ന് പറയുന്നത് 1-ാമത്തെ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരോട് കർത്താവ് പറഞ്ഞതായ ഒരു പ്രധാനപ്പെട്ട പ്രൊഫസിയാണ്, പ്രധാന പ്രവചനം. കർത്താവ് മടങ്ങി വരും. അതായത് ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ അവൻ. ഇത് ആദിമ സഭയോട് പറയാം, നിങ്ങൾ കണ്ട ആ കർത്താവ് തിരിച്ചു വരും. എബ്രായ സഭയോടത് പറയുന്നു. എബ്രായ ലേഖനത്തിൽ നമുക്കത് കാണാൻ പറ്റും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായവൻ പാപം കൂടാതെ പ്രത്യക്ഷ. തെസലോനിക്കരോട് പറയുന്നു, തെസലോനിക്കർക്ക് ലേഖനം എഴുതുന്നു പൗലോസ് തെസലോനിക്കയിലുള്ളവരോട് പറയുന്നു, നിങ്ങൾ മരിച്ചവരെ കുറിച്ച് ഇങ്ങനെ വ്യാകുലപ്പെടരുത്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും, നിദ്ര കൊണ്ടവർ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ് ആ ജനത്തോട് ലേഖനം, കത്തെഴുതുക. എന്നിട്ട് അതേ തെസലോനിക്കരോട് പറയുന്നുണ്ട്, ഞങ്ങൾ എഴുതിയെന്ന ലേഖനത്താലോ ഞങ്ങൾ പറഞ്ഞ പ്രബോധനം എന്ന ഭാവത്താലുള്ള എഴുത്തുകളാലൊന്നും നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത് കർത്താവിന്റെ പ്രത്യക്ഷതയെ സംബന്ധിച്ച്. കാരണം അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ തെസലോനിക്കരുടെ ഇടയിൽ വന്ന് യേശുവിന് പ്രത്യക്ഷനായി എന്ന് പറയുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ കോൺസെപ്റ്റ് അനുസരിച്ച് യേശു ക്രിസ്തു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പൊ ഇന്ന് യേശു വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഇടയിലെ ചിത്രം? നിങ്ങൾ ചിലടത്ത് കണ്ടിട്ടില്ലേ, വലിയ വലിയ ബാൻ, ചൂള പോലെ കത്തുന്ന ദിവസം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പോസ്റ്റർ, വലിയ കമാനങ്ങൾ ഉണ്ടാക്കി, കമാനമല്ല, വലിയ ഫ്ലെക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് വിമാനം തലയും കുത്തി താഴെ വീഴുന്നു, ട്രെയിൻ മറിയുന്നു, വാഹനാപകടങ്ങൾ സംഭവിക്കുന്നു, ഉടുതുണി കളഞ്ഞുകൊണ്ട് ആളുകൾ ഇങ്ങനെ പറന്നു പോകുന്നു, കല്ലറയിലുള്ളവരെല്ലാം ഇങ്ങനെ പറന്നു പോകുന്നു. ഇങ്ങനെ ഒരു ചിത്രം നിങ്ങൾ കണ്ടുണ്ട്. നിങ്ങൾക്കറിയാമോ? കൊള്ളാം അത്, പക്ഷേ ഇത് ശുദ്ധ പോഷ്കാണ്, ശുദ്ധ പോഷ്ക. അപ്പൊ ഞാൻ സത്യത്തിൽ നമ്മളെല്ലാവരും പറയത്തില്ലേ, ഈ പെന്തിക്കോസ്തുകാർക്ക് നന്നായിട്ട് വചനം അറിയാം. വേറെ ഇന്ന് രാവിലെ ഒരാൾ പറഞ്ഞിട്ട് ബ്രദറൻകാർക്ക് ഭയങ്കര വചനം അറിയാം, എല്ലാം കാണാതെ പഠിച്ചു വെച്ചേക്ക് വന്നു. ബ്രദറൻകാർക്കേ ഈ വചനം അറിയാവുന്ന ഒരു ചുമ്മാ ഒരു വെറും ചൊല്ലാണ്. പെന്തിക്കോസ് കത്തോലിക്ക എന്തോ ഇരിക്കുന്നത്, മർത്തോമേൽ എന്തോ ഉണ്ട്, യാക്കോബക്കാർക്ക് എന്തറിയും, CSL എന്തിരിക്കുന്നു, പെന്തക്കോസ്തിലെ വചനം. ഞാനൊരു കാര്യം പറയും, പെന്തക്കോസുകാരുടെ വചനം എന്ന് പറഞ്ഞാൽ ഈ പൊതിക്കാത്ത തേങ്ങ പോലെ. ഈ പൊതിക്കാത്ത തേങ്ങയുടെ പ്രത്യേകത എന്ത്? അതിനകത്ത് തൊണ്ടുണ്ട്, തൊണ്ടിനകത്തൊരു ചിരട്ടയുണ്ട്, ചിരട്ടയ്ക്കകത്ത് ഈ നട്ട്സ് ഉണ്ട്, അതിനകത്ത് തേങ്ങാ വെള്ളമുണ്ട്. അപ്പൊ കർത്താവിന്റെ വചനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് തേങ്ങ കിട്ടിയ ആ തേങ്ങയുടെ തൊണ്ട് ആദ്യം തിന്നും. ബ്രദറൻകാരുടെയും സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെ, ഇവര് തിന്നുക, ഈ തൊണ്ട് തീറ്റിയ ചകിരി. വള്ളിയോ പുള്ളിയോ മാറത്തില്ല വചനത്തിന്റെ. അതുകൊണ്ട് ഒരു നാര് പോലും കളയരുത്. ആദ്യം നമുക്ക് എന്ത് തുടങ്ങാം? തേങ്ങയുടെ തൊണ്ട് തിന്നാം. തൊണ്ട് തിന്നല്ല, ഏറെക്കുറെ 1000-100 വർഷം കൊണ്ട് എല്ലാത്തിൻ്റെ തൊണ്ടയ്ക്കകത്ത് ഈ തൊണ്ടിന്റെ ആ ചകിരി ഇങ്ങനെ അടഞ്ഞിരിക്കുക. ഈ ചകിരി അടഞ്ഞുകൊണ്ടായിരിക്കും ഇങ്ങനെ മാക്രി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തിരിക്കുന്ന അറിയാം, അകത്ത് എന്തോ ഈ ചകിരി ഇന്നത്. ചകിരി അങ്ങോട്ട് മാറ്റി വന്നപ്പോൾ കാണാൻ ഇപ്പൊ കട്ടിയായി. എനിക്കൊന്ന് ഈ പെന്തക്കോസ് തുടങ്ങിയപ്പോൾ ചകിരി നീറ്റി തുടങ്ങിയത്. ഇപ്പൊ 100 വർഷം കൊണ്ട് ചകിരിയൊക്കെ തീർന്ന് ഇപ്പൊ കീറാമുട്ടി പോലെ എന്തോ ഒരു കരിങ്കല്ല് പോലെ ഭയങ്കര കട്ടയായിട്ടൊരു സ്ഥലത്തെത്തി. ഇപ്പൊ കട്ടയായിട്ട സ്ഥലത്തെത്തിയപ്പോ കാണാം പഴയ ഈ ഏതാ 100 വർഷത്തിന് മുമ്പേ ചകിരി തിന്നാൻ തുടങ്ങിയ പിതാക്കന്മാര് പറയുകയാണ്, നമ്മൾ വചനത്തിന് വേണ്ടി നിൽക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഇനിയും എന്തോ തിന്നോണം, ചകിരി തിന്നോണം. ദൈവത്തിന്റെ വചനം മാറാത്തതാണ്, വള്ളി മാറത്തില്ല, പുള്ളി മാറത്തില്ല, അപ്പൊ അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. ചകിരി തിന്നോ പിള്ളേരെ, എല്ലാരും കൂടി ചകിരി തീറ്റിക്കുക. ജനങ്ങളുടെ വിചാരം തേങ്ങ എന്ന് പറഞ്ഞാൽ ചകിരിയാണ്. കാരണം ഇതിനകത്തുള്ള നട്ട് എന്താണെന്ന് ഈ പുള്ളിക്കാരന്മാർ ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ട്. ഇതിനൊരു നട്ട്സ് ഉണ്ട്, ഇതിനകത്തൊരു പ്രധാന സംഭവം ഉണ്ട്, അത് പൊട്ടിച്ച് തിന്നണം. അതിനാദ്യം ഈ ചകിരി തീറ്റി നിർത്തണം, ചകിരിയൊക്കെ പൊളിച്ച് കളയണം. ചിലതൊക്കെ എടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ അകത്തുള്ളത് വരത്തുള്ളൂ. ചകിരി തീറ്റിയ 100 വർഷമായിട്ട് ചകിരി തീറ്റി, തൊണ്ടയെല്ലാം അടഞ്ഞ് ശ്വാസം മുട്ടി എല്ലാം ചത്തുപോയി. അവസരം വന്നപ്പോൾ ഒരു കട്ടിയായി, എന്തോ തോടായത് ഈ ചിരട്ട. അപ്പൊ ചിരട്ട ആയാലും തല്ലിപ്പിടിക്കാൻ വന്ന അവന്മാരെ സമ്മതിക്കത്തില്ല, കൊല്ലും. പിതാക്കന്മാരുടെ കാലം മുതൽ ചിരട്ട, പിതാക്കന്മാരുടെ കാലം മുതലാന്ന് പറഞ്ഞിട്ട്
അങ്ങനെ ഈ തലമുറ ആരുണ്ടോ ചിരട്ട തല്ലി പൊട്ടിച്ചു. ചിരട്ട തല്ലി പൊട്ടിച്ചപ്പോ ആളാണ്ടാ മനസ്സിലായത് തേങ്ങ എന്ന് പറഞ്ഞാൽ ഈ ചകിരി മാത്രമല്ല, തേങ്ങ സത്യത്തിൽ ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. തല്ലി പൊട്ടിച്ചു അകത്തുള്ള നട്ട്സ് എടുത്ത് കഴിക്കുമ്പോഴാണടാ അവിടെയാണ് കഥ ഇരിക്കുന്നത്. പെന്തക്കോസ്തുകാർ കഴിഞ്ഞ 100 വർഷമായിട്ട് ദൈവം കൊടുത്ത വചനം എന്ന തേങ്ങയുടെ തൊണ്ട് തിന്നുവാൻ. അതുകൊണ്ടാണ് ഇന്നത്തെ അതുകൊണ്ടാണ് ഭയങ്കര അറുബോറാണ് പെന്തക്കോസിനകത്ത്. പിന്നെ ഡിസ്കോ ഡാൻസ് ഒക്കെ ഉള്ളു. ഇപ്പൊ അതുകൊണ്ട് ന്യൂ ജനറേഷൻ പിള്ളേർ വന്നിട്ട് DJ പാർട്ടിയൊക്കെ അങ്ങ് തുടങ്ങി. ഡാൻസ്, കൂത്ത്, ആട്ടം, പാട്ടം, എല്ലാം അനുഗ്രഹം, ആരാധന. നല്ല സൂപ്പർ സ്ഥലം കേട്ടോ, അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലം. ന്യൂ ജനറേഷൻ സഭയിൽ പോകണം. ആരോട് ചോദിക്കാനും പറയാനൊന്നുമില്ല. പിന്നെ അടിച്ചു പൊളിക്കുക, ആരാധിക്കുക, തുള്ളുക, തുള്ളി 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 തുള്ളി. നമ്മൾ പാട്ട് പാടി, ഏത് പാട്ട് പാടിയാലും നിങ്ങൾ ഈ രവിശങ്കർ, ശ്രീ രവിശങ്കർ പാട്ട് പാടി തുള്ളു കണ്ടിട്ടുണ്ടോ? എല്ലാ മതങ്ങൾക്കകത്തും ഒരു പാട്ട് ഇങ്ങനെ സ്പീഡി പാടി 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 ശരീരം എല്ലാം അനക്കി 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 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കുന്ന ആത്മാഭിഷേകമാണ്. ആത്മാഭിഷേകം അല്ല പ്രിയപ്പെട്ടവരെ. അവിടെ കുത്തിയിരുന്ന് തുള്ളി തുള്ളി പെണ്ണുങ്ങളെല്ലാം കൂടെ തുള്ളുന്ന ആരാധന. അത് ഒരു ചാട്. ആമ്പിള്ളാരും പെമ്പിള്ളാരെല്ലാം ചാടി ചാടി ചാടി. ഇതിനെ ഞാൻ ഇങ്ങനെ വിളിക്കുന്നത് സ്പിരിച്വൽ ഓർഗാസം എന്ന് വിളിക്കും. സ്പിരിച്വൽ ഓർഗാസം. എന്തോ ഒരു രതിമൂർച്ച വന്ന പോലെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ആരാധനയാണ്, ഇത് അഭിഷേകമാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഇത് ആരാധനയോ അഭിഷേകമൊന്നും അല്ല. ഇത് കാമ്പും കാതിലും നഷ്ടപ്പെട്ടു പോയ ക്രൈസ്തവന് ആനന്ദം കണ്ടെത്താനുള്ള ഒരു താൽക്കാലിക എന്റർടൈൻമെന്റ് മാത്രമാണ്. ഇവിടെ വചനത്തിന്റെ കാതലായ സത്യം. ഇതിനകത്ത് ഇന്ന് വരെ നട്സിലേക്കാരും പോയിട്ടില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യേശു ക്രിസ്തു വരുന്നത് എന്തിനാ? നമ്മെ ചേർക്കാൻ. എന്തിനാ നമ്മെ ചേർക്കാൻ? ഈ നമ്മെ ചേർക്കാനായിട്ട് വരുന്നു എന്ന് പറഞ്ഞ ഈ തലമുറയിൽ എത്ര ആയിരങ്ങൾ മരിച്ച് ഈ കല്ലറയിൽ ഇരിക്കുന്നവർ യേശു വരുന്നതും പ്രതീക്ഷിച്ചിരിക്കുക. അപ്പൊ അവരുടെ സ്പിരിറ്റ് അവിടെ പോയി. അവരുടെ ആത്മാവിന് എന്താ സംഭവിച്ചത്? ഈ ആളുകൾ മരിക്കുമ്പോൾ അവർ എങ്ങോട്ടാ പോകുന്നത്? ഇതെന്താ ആളുകൾ വിശദീകരിക്കാത്തത്? അതുകൊണ്ട് ഞാൻ കുറെ ചകിരി തിന്നതാ. തകിരി ഇന്ന് ദഹിക്കാതായി അവസാനം. അതുകൊണ്ട് ഇതങ്ങ് ബോറായി, ഭയങ്കര ബോറാ. ഞായറാഴ്ച തുടങ്ങും ചകിരി തീറ്റി. സങ്കീർത്തനം എന്ന് പറഞ്ഞൊരു ചകിരിയുണ്ട്. വായിച്ച് 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 മുടിഞ്ഞുമാൻ. മുടിഞ്ഞെന്ന് പറഞ്ഞാൽ സങ്കീർത്തനത്തിനകത്ത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ചുണ്ട് 1 മുതൽ. അത് കണ്ടെത്തത്തില്ല. തിരുവെഴുത്തുകൾക്കകത്ത് ക്രിസ്തു ഇല്ലെങ്കിൽ ആ വചനം നീ വിട്ട് കളഞ്ഞിട്ട് പോണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, യേശു ക്രിസ്തു എന്തിനു വരുന്നു? ഞാൻ സിമ്പിളായിട്ട് പറയാം. യേശുവിന്റെ വരവിന്റെ ആവശ്യം എന്താണ്? ഇതൊരു വലിയ വിഷയമാണ്. പക്ഷെ ഞാൻ ചെറുതായിട്ട് പറയാം. ചകിരി നമ്മുടെ പൊട്ട്, 100 വർഷമായിട്ട് നമ്മുടെ അപ്പച്ചന്മാർ സൂക്ഷിച്ച ആ ഇതുണ്ടല്ലോ, ആ ചിരട്ട കൂടം വെച്ച് തല്ലി പൊട്ടിക്കണം. അടിച്ച് പൊട്ടിക്കണം. അതിന് ഏതവൻ ചോദിച്ചാലും കുഴപ്പമില്ല, പൊട്ടിച്ചു കളയണം. പൊട്ടിച്ചിട്ട് അകത്തോട്ട് കയറുക. എന്താ യേശുവിന്റെ വരവിന്റെ കാര്യം? യേശു ക്രിസ്തുവിന്റെ വരവിന്റെ കാര്യം ആദ്യമായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞേക്കുന്ന എവിടെയാണെന്നറിയും? ആദ്യമായിട്ട് നിങ്ങൾ യെരുശലേമിന്റെ പട്ടണങ്ങളെല്ലാം എന്ത് ചെയ്യണം? സുവിശേഷമായിട്ട് പോകണം. ഒരു പട്ടണം നിങ്ങളെ കൈക്കൊള്ളുന്നെങ്കിൽ അവിടെ സുവിശേഷം പറയണം. കൈക്കൊള്ളില്ലെങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി അവിടെ തട്ടിക്കളഞ്ഞിട്ട് പോകണം. മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ ചുറ്റി തീരുക. ഇസ്രായേൽ പട്ടണങ്ങൾ എന്ന് പറഞ്ഞാൽ യഹൂദ നാട്ടിലെ അത്രയും മാത്രമല്ല. കാരണം ഇസ്രായേലിലെ 10 ഗോത്രങ്ങൾ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും സ്പ്രെഡഡ് ആണ്. അപ്പൊ ഇസ്രായേൽ ഗോത്രങ്ങൾ താമസിക്കുന്ന പട്ടണങ്ങളുണ്ട്. ഇസ്രായേൽ പട്ടണങ്ങൾ, ഇസ്രായേൽ പാർക്കുന്ന പട്ടണങ്ങൾ, ഇതെല്ലാം തീരുകയില്ല. അങ്ങനെയാണെങ്കിൽ 1-ാമത്തെ നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ആകാശത്തിന്റെ കീഴിലുള്ള സകല ജാതികളുടെ ഇടയിലും സുവിശേഷം എന്ന് പറഞ്ഞാൽ സുവിശേഷം 1-ാമത്തെ നൂറ്റാണ്ടിൽ ഗ്രേറ്റ് കമ്മീഷൻ ഫുൾഫിൽ ആയി. നിങ്ങൾക്കറിയാമോ, ഈ ഗ്രേറ്റ് കമ്മീഷൻ ഫുൾഫിൽ ആയത് അറിയാതെ നമ്മുടെ ആളുകൾ ഇന്നും ഗ്രേറ്റ് കമ്മീഷന് വേണ്ടി നടക്കുക. ഡിസൈപ്പിൾഷിപ്പ്, മിഷൻ ഗ്രോത്ത്, ചർച്ച് ഗ്രോത്ത്. ഈ ചർച്ച് ഗ്രോത്ത് ആയിട്ട് എന്ത് നേടി? എന്താണ് ഇവിടുത്തെ ഉദ്ദേശം? എന്താണ്? ഇവാഞ്ചലൈസേഷൻ. ഞാൻ ഇതിനൊന്നും എതിരല്ല. ഞാനൊരു ഇവാഞ്ചലിസ്റ്റ് ആണ്. ഞാൻ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, യേശുവിനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ ലോകത്ത് യേശുവിന് വേണ്ടി, വചനത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി മുഴുവൻ നഷ്ടവും സഹിച്ചു നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ തീക്കകത്ത് കുരുത്ത കേസ്. അതുകൊണ്ട് തൗസൻഡ്സ് ഓഫ് ഒപ്പോസിഷൻസ് എന്റെ മുമ്പിലുണ്ട്. ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം എഴുതി വെച്ച്, ഫോർ മീ ലൈഫ് ഈസ് എ വാർ. യുദ്ധമാണ്.
യുദ്ധം പോലാണ്. അപ്പം തിരുവെഴുത്തിന് വേണ്ടി നിൽക്കുക. അപ്പം ദൈവത്തിന്റെ വചനം എന്താണോ സത്യം, ആ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളാ ഞാൻ. എനിക്ക് കോംപ്രമൈസ് ആയിരുന്നെങ്കിൽ ഞാൻ ഈ പെന്തിക്കോസിനകത്ത് നിന്ന് കയറിയ മതിയായിരുന്നു. ഇഷ്ടംപോലെ കാശ് ഉണ്ടാക്കാം, ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം. അതുകൊണ്ട് ചെറുപ്പക്കാരോടെയും പറയാം, നിങ്ങൾക്ക് ഈ വചനത്തിന്റെ സത്യമോ ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പെന്തിക്കോസിൽ നിൽക്കണം. അടിച്ചു മാറ്റണം കാശ്, കോടികൾ അടിച്ചു മാറ്റണം. അതിന് കള്ളപ്രവചനമോ പേര് വിളിയോ ഫേസ്ബുക്കിൽ നോക്കിയിട്ട് പേര് കണ്ടുപിടിച്ചോ കുഞ്ഞമ്മയുടെ പേരോ കൊച്ചപ്പന്റെ പേരൊക്കെ പറഞ്ഞ് നിങ്ങൾ പൈസ ഉണ്ടാക്കണം മിടുക്കൾ. കാരണം അറ്റ്ലീസ്റ്റ് നിന്റെ ജന്മത്ത് നിന്റെ വിദ്യാഭ്യാസം കൂടെ നിനക്ക് നേടാൻ പറ്റത്തില്ല, പക്ഷെ നിനക്ക് അവിടെ നേടാൻ പറ്റും. അവിടെ എന്നെ വന്ന് കളിപ്പിച്ചോ, എന്നെ വന്ന് ആരെങ്കിലും ഒന്ന് കളിപ്പിച്ചാട്ടെ എന്ന് പറഞ്ഞ് നേരം വെളുപ്പിക്കുന്ന ആളുകൾ അവിടെ ഇരിപ്പുണ്ട്. പോയി അവരെ കളിപ്പിക്കുക. ഞാൻ അങ്ങ് തിരിച്ചു വരിക. പരിഹാസമൊക്കെ അങ്ങനെ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ പറയും. കാരണം ഇതൊരു പരിഹാസമല്ല, ഈ ഒരു മനുഷ്യ ജീവിതത്തിനകത്ത് ഇത്രയും അസത്യങ്ങളും ഭോഷ്കും വിശ്വസിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ലോകത്തോട് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടാ. അത് സ്യൂട്ടും കോട്ടും ഇട്ടിരുന്ന് കള്ളം പറയും. ഒരു പീച്ചക്കാരൻ വീടി വലിച്ചുകൊണ്ട് നടക്കുന്ന കള്ളം പറഞ്ഞ കുഴപ്പമില്ല. ഇത് നല്ല സുന്ദരന്മാര് കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ കർത്താവ് വരാൻ പോയി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഈ കള്ളം പറയാൻ വേണ്ടി എന്തിനാടാ ഈ സ്യൂട്ട്? ഒരു ബെന്യനും കൈലി എടുത്തോണ്ട് വന്ന് പറഞ്ഞാൽ മതി. ഇത് നീ ഒരു ബെന്യനും കൈലി ഇട്ടോണ്ട് വന്ന് വീടി വലിച്ചോണ്ട് പറയേണ്ട കാര്യം ഇത് യേശു വരാറായെന്ന്. കാരണം നീ പറയുന്നതിനകത്ത് ഒരു സത്യമില്ല, വരത്തില്ലെന്നേ. ഞാൻ അതുകൊണ്ട് പലപ്പോഴും ചലഞ്ച് ചെയ്തു, യേശു ക്രിസ്തു വരുമെന്ന് വിശ്വാസവും ഉറപ്പുള്ള നിന്റെ കുറെ വസ്തു ഉണ്ടല്ലോടാ, എന്റെ പേര് എഴുതാം. നീ വരുമെന്ന് വിശ്വസിക്കാല്ലേ, നീ എഴുതാ. എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞു, കർത്താവ് വരുമ്പോൾ എന്തായാലും ഞാൻ പോകുന്നില്ല, ഇത് മുഴുവൻ റിയൽ എസ്റ്റേറ്റ് നമുക്ക് ഉണ്ടാകും. കർത്താവ് വരത്തില്ലെന്നറിയാം. ഇത് ചുമ്മാ കബളിപ്പീരാണ്, ഇത് കള്ളാണ്. ഞാൻ സാധാരണക്കാർ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങളെ ഇവർ കബളിപ്പിക്കുകയാണ്. ഈ പാസ്റ്റർമാർ, ഈ ഉപദേശിമാർ, ഈ ബൈബിൾ കോളേജ് അധ്യാപകർ, ഈ സുവിശേഷ പ്രസംഗർ യേശു ക്രിസ്തു വരുന്നു എന്ന് പറയുന്നത് കബളിപ്പീരാണ്. കാരണം ബൈബിളില് ഉടനെ ബൈബിൾ എടുക്കും. ചില വാക്യങ്ങളൊക്കെ എടുത്തവരിങ്ങനെ കൊണ്ടുവരും, പറയും ജോൺ ലോറൻസ് എന്ന ആള് ആ ബൈബിൾ കണ്ടിട്ടേ ഇല്ല, വാക്യം കണ്ടിട്ടേ ഇല്ലാത്ത പോലെ ബൈബിൾ ആ വചനം വായിച്ചിട്ടേ ഇല്ല. ചില വന്നിട്ട് പറയും വചനം പഠിക്കൂ ബ്രദർ. ചിരി വരും എനിക്ക്. വചനം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ, കൃത്യമായിട്ട് പഠിക്കുന്നവർ. ബൈബിൾ വായിച്ച് നോക്കുമെന്ന് പറയും. ബൈബിൾ വായിച്ചിട്ടുണ്ട് ബ്രദറെ, എത്ര പ്രാവശ്യം ഉണ്ടെന്ന് ഓർമ്മ പോലും ഇല്ല. അപ്പം നമ്മൾ ബൈബിൾ പഠിക്കാത്തയല്ല. അപ്പം ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് കർത്താവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹായം. മൂന്നാമത് വേണ്ടത് പെന്തക്കോസ്ത് ഡോക്ട്രിൻ എന്ന ഡോക്ടർ ഉണ്ട്. കഴിഞ്ഞിടയ്ക്ക് അസംബ്ലീസ് ഓഫ് ഗോഡുകാർ വലിയൊരു പുസ്തകം ഇറക്കാൻ പോവുക, പെന്തക്കോസ്ത്. വായിക്കണം, അതെനിക്ക് വായിക്കണമെന്നുണ്ട്. എന്താ അവരുടെ പ്രബന്ധം എന്നറിയാൻ വേണ്ടി. 10-22 ന്യായശാസ്ത്രിമാരോ വേദശാസ്ത്രിമാരെല്ലാം കൂടെ ചേർത്ത് അതിനവരൊന്ന് പെന്തിക്കോസ്റ്റ് ഡോക്ട്രിൻ. പെന്തിക്കോസ്റ്റ് ഡോക്ട്രിൻ അല്ല സാർ ഉണ്ടാക്കേണ്ടത്, ബൈബിളിന്റെ ഡോക്ട്രിൻ. വിശുദ്ധ ബൈബിൾ എടുത്തിട്ട് ദൈവത്തിന്റെ സഭയ്ക്ക് വരേണ്ട ഡോക്ടർ ഉണ്ട്, അതുണ്ടാക്ക്. ബ്രദറൻ ഡോക്ട്രിൻ, പെന്തിക്കോസ്റ്റ് ഡോക്ട്രിൻ, മെത്തഡിസ്റ്റ് ഡോക്ട്രിൻ, പ്രസ്ബിറ്റീരിയൻ ഡോക്ട്രിൻ, വെസ്റ്റ് മിനിസ്റ്റേഴ്സ് ഡോക്ട്രിൻ, റിഫോം തിയോളജി. എന്തിനെല്ലാം കൂടെ ഉണ്ടാക്കാൻ പോകും? വിശുദ്ധ ബൈബിൾ എടുത്തിട്ട് കാര്യഗൗരവമായി എന്താണ് ഒരു ഡോക്ടർ ഉണ്ടാക്കുക. അല്ലാതെ പെന്തിക്കോസ്തുകാർക്ക് അവരുടെ ഒരു ഡോക്ടർ, ഇനി കുറച്ച് കഴിയുമ്പോൾ ന്യൂ ജനറേഷൻകാർ അവർ വേറൊരു ഡോക്ടറുണ്ട്. ഇതിന്റെ സംഭവം എന്ന് പറയുമ്പോൾ ഈ പൊട്ടക്കണ്ണൻ ആനയെ കാണാൻ പോയ അവസ്ഥ ഇതല്ല. പൊട്ടക്കണ്ണൻ ആനയെ കാണാൻ, ചിലർ കാലെ നോക്കി പറഞ്ഞു ആന ചൂല് പോലെ. ഒരു പൊട്ടക്കണ്ണൻ ആനയുടെ കാലെ തപ്പിയിട്ട് പറഞ്ഞു ആന തൂണ് പോലെ. അപ്പം സോറി, അപ്പൊ ഇങ്ങനെയാ. ഓക്കെ, ഞാൻ വിടുക. ഞാൻ 1-2 പോയിന്റ് പ്രധാനമായിട്ട് പറയാം. യേശുക്രിസ്തു എന്തിനാ വരുന്നത്? യേശുക്രിസ്തു എന്തിനാ വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞത് ഇസ്രായേലിന്റെ പട്ടണങ്ങളെ നിങ്ങൾ ചുറ്റിത്തീരത്തില്ല മനുഷ്യപുത്രം വരുവോളം. അപ്പൊ മനുഷ്യപുത്രം വരുന്നത് വരെ ഇത് ചുറ്റി തീരത്തില്ല. നമ്മുടെ കൊട്ടാരക്കരക്കാരൻ, തിരുവല്ലക്കാരൻ, ഇലന്തൂരുകാരന്മാര് വിശുദ്ധ നാട് സന്ദർശിച്ച് ഇവന്മാരുടെ കാല് തേഞ്ഞ് ഇസ്രായേൽ പട്ടണങ്ങൾ ഇതുവരെയും ചുറ്റി തീർന്നില്ല, കർത്താവ് വന്നിട്ടുമില്ല. ഇത് നമ്മൾ വിശ്വസിക്കണം. ഞാൻ മനസ്സിലാക്കിയത് ബുദ്ധിയില്ലാത്ത ഈ മന്ദബുദ്ധികൾക്കുള്ളതാണ് ഈ മതം. മന്ദബുദ്ധികൾക്ക് മാത്രമേ ഈ മതത്തിന്റെ നേതാക്കന്മാർ പറയുന്നത് കേട്ടിട്ട് ആമയം പറയാൻ പറ്റും. ഞാൻ മന്ദബുദ്ധിയൊന്നുമല്ല. നമ്മളൊരു കാര്യം ചോദിച്ചാൽ അതിന് മറുപടി തരണം. മറുപടി തരത്തില്ല. കാലം തികഞ്ഞു എന്നൊരു വാക്ക്, അതിന്റെ മറുപടി തരണം. ഏത് കാലം തികഞ്ഞ എന്റെ കാര്യം?
കാരണം ഇവന് ഏത് കാലം നിർത്തി, ഇവൻ ആകെ അറിയാവുന്നത് നല്ല കാലം, കഷ്ടകാലം. കാലം, ഏത് കാലം, എന്ത് കാലമാ തികഞ്ഞ്? നിങ്ങൾ ചോദിച്ചു നോക്കുക, നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ പാസ്റ്റർമാരുടെ ചോദ്യങ്ങൾ ചോദിക്കും. ഇമാര് ശാസിക്കും അല്ലെങ്കിൽ ശപിക്കും, ഇത് രണ്ടിലേതെങ്കിലും നിങ്ങൾക്ക് കിട്ടും, അത് ഉറപ്പാണ്. അത് വാങ്ങാൻ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ പോയി ഇമാരുടെ ചോദ്യങ്ങൾ ചോദിക്കാവൂ. ശപിക്കും, മുടിഞ്ഞു പോകുമെന്ന് പറയും. പിന്നെ ഈ നാട്ടിലാരാ പറഞ്ഞു, കാക്ക ശപിച്ചാൽ പോത്തിനേക്കത്തില്ലെന്ന്, അങ്ങനെ എന്താണ്ടൊക്കെ ഉണ്ടല്ലോ, അതുപോലെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്ന വിഷയം ബൈബിളിലെ ഒരു പ്രധാന വിഷയം ഞാൻ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 24 അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നത്. 24 പ്രമേയം എന്താ? ദേവാലയത്തിന്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കത്തില്ലെന്ന് പറഞ്ഞു, ഇത് പൊളിയാൻ പോകുന്നു. അപ്പൊ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, കർത്താവ് എപ്പോൾ സംഭവിക്കുന്നു? ഏതാ കല്ല് പൊളിയുന്നു, ഇത് ആലയം പൊളിയുന്നു? കൂട്ടത്തിൽ 2 ക്വസ്റ്റ്യൻസും കൂടെ അഡീഷണൽ ആയിട്ട് ചോദിച്ചു. ഇത് നിങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 കൂടെ ചേർത്ത് വായിച്ചാൽ ഈ പ്രശ്നങ്ങൾ അങ്ങ് തീരും. മർക്കോസ് ഒന്നും അത് പറയുന്നില്ല, ലൂക്കോസും അത് പറയുന്നില്ല. മത്തായിൽ മാത്രം നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം ചോദിച്ചു. അപ്പം നിന്റെ വരവ്, അപ്പൊ നിന്റെ വരവ് എന്ന് പറയാൻ എന്താ? യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ്. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനും ലോകം അവസാനിക്കുന്നതിനുമാണ്. ലോകം എന്നൊരു അവസാനം എന്ന് പറയാൻ യഥാർത്ഥത്തിൽ എഴുതിയിരിക്കുന്നത് നിന്റെ പറോസ്യ, നീ പ്രത്യക്ഷനാകുന്നത്, അല്ലെങ്കിൽ നീ വെളിപ്പെടുന്നത്. അല്ലെങ്കിൽ 2, ഈ കാലം എപ്പോൾ അവസാനിക്കും, ഇതിന്റെ അടയാളം പറഞ്ഞുതരാൻ പറ്റും. അപ്പൊ ദൈവാലയത്തിന്റെ നാശം, കാലത്തിന്റെ അവസാനം, കർത്താവിന്റെ വരവ്, ഇത് എല്ലാം കൂടെ ചേർത്ത് ഒരു ഇവന്റ് ആയിട്ടാണ് ക്രിസ്തു അതിന് തെളിവ് കൊടുക്കുന്നത്, അടയാളങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ യെരുശലേം ദേവാലയം യേശുക്രിസ്തു വന്നു എന്നതിന് എന്ത് തെളിവെന്ന് എന്നോട് ചോദിച്ചു. യെരുശലേമിൽ ദേവാലയം ഇല്ല, അതാണ് തെളിവ്, ഹിസ്റ്റോറിക്കൽ പ്രൂഫ്. ക്രൈസ്റ്റ് കെയിം. എവിടോട്ട് കെയിം, എങ്ങോട്ട് വന്നു എന്നാണ് ചോദിക്കുന്നത്. യേശു എവിടെ വരുമെന്ന് നമ്മളിത് മനസ്സിലാക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ ആ വാക്കില് യെരുശലേം ദേവാലയം എന്താ? പിതാവിന്റെ ഭവനം, ദൈവത്തിന്റെ ആലയം. ഈ ദൈവത്തിന്റെ ആലയം എന്ത് ചെയ്യാണ്? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൊളിയാൻ പോവും. കാരണം യഹോവയായ ദൈവം, പ്രപഞ്ചത്തിന്റെ നാഥൻ, സൃഷ്ടിതാവായ ദൈവം, അവന്റെ വാസസ്ഥലമായിരുന്നു, അല്ലെങ്കിൽ അവൻ വന്നു വസിച്ച സ്ഥലമായിരുന്നു യെരുശലേം ദേവാലയം. യെരുശലേം ദേവാലയം നശിച്ചു പോകുമ്പോൾ ഇപ്പുറത്ത് ആത്മീകമായ കല്ലുകൾ കൊണ്ട് ഒരു ജീവനുള്ള ആലയത്തെ പടുത്തു എന്നാവും. അത് അപ്പോസ്തലനായ പൗലോസും പത്രോസും ഒക്കെ ലേഖനങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ജീവനുള്ള കല്ലുകളായ നമ്മെ കൊണ്ട് പണിത് വരുന്നു, വളർന്നു വരുന്നു. അപ്പം ദൈവാലയത്തിന്റെ പണി അപ്പുറത്ത് നടക്കുന്നു, സ്പിരിച്വൽ ആലയത്തിൽ. ഇപ്പുറത്തൊരെണ്ണം പൊളിഞ്ഞു പോകാനായിട്ടിരിക്കും. ഈ പൊളിഞ്ഞു പോകുന്ന സമയത്ത് ഇത് പൊളിയുമ്പോൾ, പൊളിയുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അക്ഷരീകമായ ആലയത്തിൽ നിന്ന് വാസസ്ഥലം മാറ്റി ആത്മീക ആലയത്തിലേക്ക് താൻ വരാൻ പോകുന്നവന്റെ വിശുദ്ധന്മാർ എന്ന ജീവനുള്ള കല്ലുകൾ, ആ കല്ലുകൾ കൊണ്ട് നിർമ്മിതമായ ഒരു ക്രിസ്തുവിന്റെ ബോഡിയെ, ആ ബോഡിയുടെ തലയായി ക്രൈസ്റ്റ് വന്ന് ഇറങ്ങുന്നതിനെയാണ് രണ്ടാം വരവെന്ന്. അപ്പൊ വാസ്തവത്തിൽ കർത്താവ് എവിടേക്ക് വരുന്നു എന്ന ചോദ്യത്തിന്റെ മറുപടി, അവൻ തന്റെ ശരീരത്തിലേക്ക് വരുന്നു. അപ്പൊ തലയാകുന്ന ക്രിസ്തു ശരീരത്തിലേക്ക് ജോയിന്റ് ആയി കഴിയുമ്പോൾ പിന്നെ ആ ശരീരം മൂവ് ചെയ്യേണ്ടത് തലയോടുള്ള ബന്ധത്തിൽ നാഡീ നരമ്പുകളാലും ബന്ധിക്കപ്പെട്ട് ആഴത്തിൽ വേരൂന്നി ക്രിസ്തുവിൽ വളരുന്ന ഒരനുഭവം. അപ്പൊ തലയായവരിൽ നമ്മൾ ആയിരിക്കുന്നു, ക്രിസ്തുവിൽ ഇരിക്കുന്നു. ഇതൊരു മിസ്റ്റിക്കൽ യൂണിയനാണ്. സോ ഇതാണ് യേശുക്രിസ്തുവിന്റെ വരവെന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ വരവ് അതാണ്. അല്ലാതെ കുതിരയുടെ പുറത്ത് വരുന്നു, മേഘത്തിൽ വരുന്നു, അഗ്നിജ്വാലയിൽ വരുന്നു, കാഹളധ്വനിയോ, ഇങ്ങനെയുള്ളതെല്ലാം ബൈബിളിലുണ്ട്. അതിനെല്ലാം കൃത്യമായ അർത്ഥവുമുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് ഒരിക്കൽ AD 70 യെരുശലേം ദേവാലയം നശിച്ചപ്പോ സംഭവിച്ച ഇവന്റ് ആണ്. അത് ഇനി അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ആളുകൾ പറയുന്നത് യെരുശലേമിൽ ദൈവാലയം പണിയണം, കാരണം ഇനി പണിതേ പറ്റത്തുള്ളൂ, പണിതിട്ട് പിന്നെ അതിനെ വീണ്ടും പൊളിക്കണം, അതിനകത്ത് യാഗം നടത്തുമെന്ന് വിശ്വസിക്കുന്ന വലിയ അപ്പോളജിസ്റ്റ് ഉണ്ട് ഇവിടെ. യെരുശലേം ദേവാലയത്തിൽ വീണ്ടും മൃഗബലി ആരംഭിക്കുന്നു. എന്ത് ഭയാനകമാണ് ഇവരുടെ ഉപദേശം എന്ന് മനസ്സിലാക്കി. അതിനെ മില്ലേനിയം എന്തോ പറഞ്ഞു, മില്ലേനിയം ചെമ്പിളെന്നോ അങ്ങനൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. വാസ്തവത്തിൽ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ ഒന്നാമത്തെ ആവശ്യം, ഓൾഡ് ടെസ്റ്റമെന്റ് ആലയത്തിന് നീക്കം വരുത്തി ന്യൂ ടെസ്റ്റമെന്റ് പുതുനിയമത്തിന്റെ ജീവനുള്ള ആലയത്തെ, അതാണ് ഒന്നാമത്തെ യേശുവിന്റെ വരവിന്റെ ഒന്നാമത്തെ ആവശ്യം. അത് AD 70 സാധ്യമായി.
യേശുവിന്റെ വരവിന്റെ രണ്ടാമത്തെ ആവശ്യം നമ്മുടെ അതായത് നമ്മൾ ഇപ്പോഴും ബൈബിൾ പഠിക്കുമ്പോൾ ഈ 7 ഉത്സവങ്ങളുണ്ട്. ഒറ്റ വാക്കിൽ പറയാം, ഈ 7 ഉത്സവങ്ങളെ വിശുദ്ധ ബൈബിളിലെ വിശുദ്ധ സഭായോഗം എന്ന് പറയുന്നുണ്ട്. വിശുദ്ധ സഭായോഗം വിളിക്കണം ഉത്സവങ്ങൾ. ഈ ഉത്സവങ്ങള് ഈ വിശുദ്ധ സഭായോഗം എന്നതിന് കൊടുത്തിരിക്കുന്ന പദം ഗ്രീക്കിൽ ഹീബ്രുവിൽ കൊടുത്തത് മിക്ര. മിക്ര എന്ന വേർഡിന്റെ അർത്ഥം റിഹേഴ്സൽ എന്ന്. റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ പെസഹ മുതൽ കൂടാരപ്പെരുന്നാൾ വരെയുള്ള 7 ഉത്സവങ്ങൾ. ഈ 7 ഉത്സവങ്ങൾ വരുവാൻ പോകുന്ന മശിഹാ തമ്പുരാനിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട 7 പ്രധാനപ്പെട്ട ഇവന്റുകളുടെ റിഹേഴ്സലാണ്. പെസഹ കുഞ്ഞാടായ യേശു ക്രിസ്തു അറുക്കപ്പെട്ടു. അതോടെ 1500 വർഷം നടത്തിയ പെസഹ എന്ന റിഹേഴ്സൽ, അതിന്റെ സ്റ്റേജ് ഷോ കാൽവറിയിൽ സംഭവിച്ചു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്ന ആ റിഹേഴ്സലിന്റെ അക്ഷരികമായ നിവർത്തി യേശുവിന്റെ അടക്കത്തോടെ പൂർത്തീകരിക്കും. ആദ്യബലക്കറ്റയുടെ ഉയർപ്പ് എന്ന നിലയിൽ ആ ഈവന്റ് മിശിഹായുടെ ഉയർത്തെഴുന്നേൽപ്പിനോടുള്ള ബന്ധത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു. പരിശുദ്ധ റൂഹായുടെ ആഗമനത്തോടുകൂടെ പെന്തക്കോസ്ത് എന്ന് പറയുന്ന ആ ഉത്സവം ഫുൾഫില്ലായി. ഇനി 3 ഉത്സവങ്ങൾ ഏകദേശം 4 മാസത്തിന് ശേഷം, പെന്തിക്കോസ്തിന് ശേഷം 4 മാസത്തെ വരണ്ട കാലഘട്ടം, ആ വരണ്ട കാലഘട്ടത്തിന് ശേഷം വീണ്ടും അവരെത്താൻ പോകുന്നത് റോഷ് ഹഷന്ന എന്ന് പറയുന്ന അവരുടെ ആദ്യ വർഷം, അതായത് എന്തു പറയുന്നത് വർഷാരംഭം. അത് റോഷ് ഹഷന്ന എന്ന് പറയുന്ന കാഹളധ്വനി പെരുന്നാളോടുകൂടെ. കാഹളധ്വനി പെരുന്നാളിന് ശേഷമുള്ള അടുത്ത ദിവസങ്ങളിൽ മഹാപാപ പരിഹാര ദിവസം എന്ന ഉത്സവം നടന്നു. ആ മഹാപാപ പരിഹാര ദിവസത്തിന്റെ ഉത്സവത്തിലാണ് മഹാപുരോഹിതൻ തന്റെയും ജനത്തിന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുകയും അവിടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം തിരികെ വരികയാണ്. അപ്പം കാഹളധ്വനി പെരുന്നാൾ പൂർത്തീകരിക്കപ്പെടണം, മഹാപാപ പരിഹാര ദിവസം പൂർത്തീകരിക്കപ്പെടണം. അത് കഴിഞ്ഞാൽ മാത്രമാണ് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന കൂടാര പെരുന്നാളിന്റെ ശുശ്രൂഷകൾ വരുന്നത്. അടുത്ത പ്രധാന കാര്യം, ഈ 7 ഉത്സവങ്ങളും ഓൾഡ് കവനന്റ് ആണ്, പഴയ നിയമം. ഈ ഓൾഡ് കവനന്റിന്റെ പ്രീസ്റ്റ്ഹുഡിന്റെ അടിയിൽ ദേവാലയത്തിൽ ആ ന്യായപ്രമാണത്തിന്റെ കീഴിൽ, ലേവ്യ പൗരോഹിത്യത്തിന്റെ കീഴിൽ പൂർത്തീകരിക്കപ്പെടേണ്ടതാണ് ഈ 7 ഉത്സവങ്ങളും. ആദ്യത്തെ 4 ഉത്സവങ്ങൾ പെന്തിക്കോസ്തോട് അവസാനിച്ചു. അതിനുശേഷമുള്ള 40 വർഷത്തെ ഇടവേള, അല്ലെങ്കിൽ 4 മാസത്തെ ഇടവേള, അല്ലെങ്കിൽ പറഞ്ഞാൽ ഒരു ട്രാൻസിഷൻ ടൈം നടക്കുന്നുണ്ട്. അതിനുശേഷമുള്ളതാണ് കാഹളധ്വനി. ഈ കാഹളധ്വനി പെരുന്നാളിനുള്ള ബന്ധത്തിലാണ് ബൈബിളിൽ എല്ലായിടത്തും കാഹളത്തോടുകൂടെ ദൂതന്മാരെ അയക്കും, കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും വരും. ഇതെല്ലാം പ്രയോഗങ്ങൾ കാഹളധ്വനി പെരുന്നാളോടുള്ള ബന്ധത്തിലാണ്. അവിടെയാണ് മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പ്. ഏത് മരിച്ചവരാന്നുള്ളതൊക്കെ അടുത്ത ദിവസങ്ങളിൽ വേണമെങ്കിൽ വിശദീകരിക്കും. ഇപ്പൊ അത് ഞാൻ തൊടുന്നില്ല. മരിച്ചവരുടെ പുനരുത്ഥാനം. അപ്പൊ യേശുക്രിസ്തുവിന്റെ യേശുവിന്റെ വരവിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ഈ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച, അദ്ദേഹത്തിന് രസകരമായ ഒരു ട്രൂത്ത്, ഈ IPCയുടെ ജനറൽ കൺവെൻഷനില് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ദൈവദാസനുണ്ട്, എനിക്ക് ബാബുച്ചെറിയാൻ. ബാബുച്ചെറിയാൻ ഒരു നല്ലൊരു വാക്യം എടുത്ത് എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നി. ഞാൻ വിചാരിച്ചു പൊട്ടിക്കുമെന്ന് വിചാരിച്ചു. ബാബുച്ചെറിയാൻ എടുത്തത് 3 പ്രത്യക്ഷതയെക്കുറിച്ച്. അതൊരു ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ്. 3 പ്രത്യക്ഷത, അതായത് പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനായി യേശു ഒരിക്കലായി അതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ലോകാവസാനത്തിങ്കൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനായി യേശു ഭൗതിക ലോകത്ത് പ്രത്യക്ഷനായി, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. രണ്ടാമത്, നമുക്ക് വേണ്ടി പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ എന്നേക്കുമായി പരിഹാരം വരുത്തേണ്ടതിന് ദൈവസന്നിധിയിൽ അത്രേ പ്രത്യക്ഷമായി, അതായത് യേശു എന്ന മഹാപുരോഹിതൻ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതാണ് രണ്ടാമത്തെ പ്രത്യക്ഷത. മൂന്നാമത്തെ പ്രത്യക്ഷത എന്താ? ഈ വിശുദ്ധാന്തർ മന്ദിരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന പുരോഹിതൻ തിരിച്ചു വരുന്നതും കാത്ത് വെളിയിൽ നിൽക്കുന്ന ജനക്കൂട്ടത്തെ നോക്കിയിട്ട് പറഞ്ഞു, തനിക്കായിട്ട് കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വീണ്ടും പ്രത്യക്ഷനാകും, രണ്ടാമത് പ്രത്യക്ഷനാകും. അപ്പൊ അവിടെ 3 പ്രത്യക്ഷതയുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി നൈസായിട്ട് അങ്ങ് മാറി. നൈസായിട്ട് മാറിയതിന്റെ കാരണം, പുള്ളി അത് കൃത്യമായിട്ട് വിശദീകരിച്ചിരുന്നെങ്കിൽ
യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം എന്ന വിഷയവും അത് പാപപരിഹാരം അവിടെ വരത്തുള്ളൂ എന്നും യേശു രണ്ടാമത് വന്നാൽ മാത്രമേ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാകത്തുള്ളെന്നും യേശു ക്രിസ്തു സെക്കൻഡ് കമ്മിങ് അല്ലെങ്കിൽ യേശുവിന്റെ പരോസ്യയിലൂടെ മാത്രമേ പാപങ്ങൾ എന്നേക്കുമായി പരിഹരിക്കപ്പെട്ടു എന്നും തെളിയിക്കേണ്ടി വന്നേനെ ബാവുച്ചെറിയനെ. പക്ഷെ ബാവുച്ചെറിയൻ IPCക്ക് അകത്ത് ബുദ്ധിമാനായ ദൈവദാസൻ സ്കിപ്പ് ചെയ്തു. നമ്മളവിടെ എഴുതി വെച്ചിരിക്കുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. പാപം കൂടാതെ അപ്പൊ യേശു വരുന്നതിന്റെ രണ്ടാമത്തെ ഉദ്ദേശം എന്താ? രക്ഷിക്കാൻ. അപ്പൊ ഇതുവരെ രക്ഷ, ഒന്നാം വരവ് രക്ഷ വന്നില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് ഇതിന്റെ പൂർത്തീകരണം. ന്യായപ്രമാണം മൊത്തം പൂർത്തിയാകുന്നത് അവന്റെ പരോസ്യോടുകൂടെ ചേർത്താണ്. അപ്പൊ യേശു മടങ്ങി വന്നാൽ മാത്രമേ രക്ഷ. അതുകൊണ്ടാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവിടെ നിന്ന് നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു വെളിപ്പെട്ടു വരുമെന്ന് ഞങ്ങൾ കാത്തിരിക്കുന്നു. ആര് വരുമെന്ന? രക്ഷിതാവ് വരുമെന്ന്. ഞാൻ ചോദിക്കുന്നു, ചർച്ച്, നിങ്ങൾ, സഭയെ, നിങ്ങൾ രക്ഷിക്കാൻ വരുന്നവന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആർ യു വെയിറ്റിംഗ് ഫോർ എ സേവിയർ? നിങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്കായിട്ടാണോ യേശു വരുന്നത്? അപ്പം ഇപ്പം ബ്രദറൻകാരും എല്ലാം കൂടെ വരും. അത് രക്ഷയ്ക്ക് 3 വിധമുണ്ട്, അത് പഴയകാല രക്ഷ. ഇതൊക്കെ എവിടുന്ന് വന്നേന്നറിയാമോ? ഈ വചനം കൃത്യമായിട്ട് അറിയാൻ മേത്തോണ്ട് വന്ന ഉപദേശം ഇതൊക്കെ. രക്ഷിക്കപ്പെട്ടു, പെട്ടോണ്ടിരിക്കുന്നു, പെടും. ഇപ്പൊ പുതിയൊരു ഉപദേശങ്ങളുണ്ട്, പെട്ടേക്കും. പെട്ടു, പെട്ടോണ്ടിരിക്കുന്നു, പെടും, പെട്ടേക്കും. ഇങ്ങനെയാണ് രക്ഷ. അപ്പൊ അടുത്ത ചോദ്യം, വീണ്ടും ജനിച്ചോ? ജനിച്ചു. അതെങ്ങനെയാ? ജനിച്ചു, ജനിച്ചോണ്ടിരിക്കുന്നു, ജനിക്കും, ജയിച്ചേക്കും. ഇതൊക്കെ ഒരു വല്ല വിഡ്ഢികളോട് പോയി പറയേണ്ട സുവിശേഷം വചനമായി. വിഡ്ഢികൾ, പൊട്ടന്മാർ, ബുദ്ധിയില്ലാത്ത കിഴങ്ങന്മാരോട് പറഞ്ഞു രക്ഷയ്ക്ക് ത്രികാലമാണ്. എന്നാൽ ഈ ത്രികാലം വരാൻ കാരണം എന്നറിയാമോ? ഈ സെക്കൻഡ് കമ്മിങ് എന്നുള്ള വിഷയത്തെ മനസ്സിലായില്ല. സെക്കൻഡ് കമ്മിങ്ങിനകത്ത് മാത്രമേ രക്ഷ പൂർത്തിയായി. അതായത് സെക്കൻഡ് കമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധാന്തര മന്ദിരത്തിലേക്ക് പോയ പുരോഹിതൻ ആ തിരശീല വഞ്ഞു മാറ്റി തിരിച്ചു വരുമ്പോഴാണ് ജനങ്ങൾ ഹാപ്പിയാവും. എന്ത് അതിന്റെ അർത്ഥം? ഓ, ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വന്നു. ഇത് സെക്കൻഡ് കമ്മിങ്ങിലെ പോസിബിൾ ആവത്തുള്ളൂ. അപ്പൊ സെക്കൻഡ് കമ്മിങ് വരുന്ന, ഇപ്പം സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ പരോസി ഓഫ് ക്രൈസ്റ്റ് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കണം? ദേവാലയം ഉണ്ടായിരിക്കണം, പുരോഹിതന്മാരുണ്ടായിരിക്കും, ലേവ്യ പൗരോഹിത്തോടെ ന്യായപ്രമാണം. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ഫുൾഫിൽമെന്റ്. ഇന്ന് ന്യായപ്രമാണം ഇല്ല, ന്യായപ്രമാണം എല്ലാം നിവൃത്തിയായി. പിന്നെ കാഹളത്തിന് എവിടെ നിവൃത്തിയാകും? എടോ, ബൈബിളില് ഇന്ന് നമ്മൾ ന്യായപ്രമാണമല്ല, നമ്മുടെ കൃപയുടെ കാലമാണ്, ന്യായപ്രമാണം എന്നേക്കുമായിട്ട് നീക്കം വന്നിരിക്കുന്നു എന്ന് പ്രസംഗിക്കുന്ന ഉപദേശിയോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഈ കൃപായുഗത്തിൽ എവിടെ കാഹളം? യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമത്തിൽ എവിടെ വിശുദ്ധാന്തര മന്ദിരത്തിലേക്കുള്ള പ്രവേശനം? പറയൂ. പുതിയ നിയമത്തിൽ എവിടെയാ കൂടാര പെരുന്നാൾ? ടെൽ മീ. ഇത് പഠിക്കത്തില്ല. ചുമ്മാ ബൈബിള് വാക്കിയെടുക്കുക, അടിച്ചങ്ങ് വിടുക. യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് സംഭവിച്ചാലേ രക്ഷ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായം കൃത്യമായിട്ട് പഠിച്ചു നോക്ക്. അവിടെ പറയുന്നുണ്ട്, ഞങ്ങൾ പ്രത്യാശയാലല്ലോ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നത് പ്രത്യാശിക്കുന്നു. നിത്യജീവൻ വന്നിട്ടില്ല. അതായത് 1-ാമത്തെ നൂറ്റാണ്ടിലെ സഭയിൽ നിത്യജീവൻ വന്നിട്ടില്ല. അവർ നിത്യജീവന്റെ പ്രത്യാശയ്ക്കായിട്ട് കാത്തിരിക്കുക. പിടികിട്ടിയോ? കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വരാതെ നിത്യജീവനില്ല. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം 2-ാം വാക്യം എന്താ? ഭോഷ്ക് പറയാത്ത ദൈവം സർവ്വകാലങ്ങൾക്ക് മുമ്പേ നമ്മോട് വാഗ്ദത്തം ചെയ്ത് നിത്യജീവനായിട്ട് അത്രയും ഞങ്ങൾ കാത്തിരിക്കുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായം വായിച്ചു നോക്കി. നമ്മുടെ ഭാഗ്യകരമായ പ്രതിഫലം നൽകുന്ന നിങ്ങളുടെ ധൈര്യം കൈവിട്ടു പോകരുത്. എന്റെ നീതിമാൻ വിശ്വാസത്തെ ജീവിക്കും, വരുവാനുള്ളവരും താമസിക്കുകയില്ല. എന്റെ നീതിമാൻ വിശ്വാസത്തെ ജീവിക്കുന്നത് തൊട്ടുതാഴെ പറയുന്നു, നാമോ അവിശ്വസിച്ച് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. ചിലപ്പം ദാറ്റ് പീപ്പിൾ ആർ വെയിറ്റിംഗ് ഫോർ ജീവരക്ഷ. അപ്പൊ ക്രൈസ്റ്റ് വന്നാലേ പറ്റത്തുള്ളൂ. അപ്പൊ ക്രൈസ്റ്റ് വന്നാലേ രക്ഷ സാധ്യമാവത്തുള്ളൂ. ക്രൈസ്റ്റ് വന്നാലേ വീണ്ടെടുപ്പ് സാധ്യമാവത്തു. അതുകൊണ്ടല്ലേ പറഞ്ഞത്, നിങ്ങൾ വായിച്ചിട്ടില്ലേ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? സംഭവിക്കുമ്പോൾ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. ഇതിനെല്ലാം നമ്മുടെ ഇടയിൽ അനാവശ്യ വ്യാഖ്യാനം ഉണ്ടെന്ന് അറിയുമോ? അത് വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്. ഞാൻ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്താണെന്ന് ഇതൊന്നും പറഞ്ഞില്ല. കാരണം ഞാൻ തൽക്കാലം ഈ ആവശ്യം ഈ മുത്തുകളെടുത്ത് പന്നിക്ക് ഇട്ടുകൊടുക്കാൻ താല്പര്യമില്ല, കൊടുക്കുന്നില്ല. കാരണം ഞാൻ അതുകൊണ്ട് ഒരു കാര്യം പബ്ലിക്കിന് ഇനി പറയത്തില്ല. ഞാൻ ഇനി വന്നിട്ട് നിന്നെ വിടുവിക്കാൻ പോകുന്നു, അനുഗ്രഹിക്കാൻ പോകുന്നു, കുഞ്ഞമ്മയുടെ കണ്ണൊരു കർത്താവ് തുറക്കാൻ, ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നു. അതാണ് നല്ലത്.
കാരണം ഈ സത്യം ഗ്രഹിക്കേണ്ട ഒരു തലമുറയോട് മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ. അങ്ങനെ ഒരു തലമുറയുണ്ട്, ഞാൻ അവരോട് സംസാരിക്കുന്നുമുണ്ട്. അപ്പം ഒന്നാമത് ദേവാലയത്തിന്റെ നാശം, അതായത് പുതിയ സഭ ഉണ്ടാവണം, അതിന് തലയായിട്ട് ക്രൈസ്റ്റ്. ആ തലയായിട്ട് ക്രൈസ്റ്റ് വരുന്നതിന്റെ പേരാണ് സെക്കൻഡ് കീങ്. നിങ്ങൾക്ക് മനസ്സിലാന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മുടെ സെക്കറിയാവിന്റെ പ്രവചനത്തിൽ പ്രവചനം എഴുതി വെച്ചിരിക്കുന്നത്. സെരുബാബേലിനോടുള്ള ആലോചന. കൃപ കൃപ എന്ന് ആർപ്പോടവൻ ആണിക്കല്ല് കയറ്റി. ആണിക്കല്ല് എന്ന് പറഞ്ഞാൽ എന്താ? ആണിക്കല്ല് എന്ന ഓടിന്റെ അർത്ഥം കേപ്പ് സ്റ്റോൺ എന്നാണ്. കേപ്പ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ റോഷ് എബൻ എന്നാണ്. റോഷ് എബൻ തലക്കല്ലെന്ന്. അതായത് ദൈവാലയത്തിന്റെ പണി ഇങ്ങനെ പടുത്തുയർത്തി അതിന്റെ തലക്കല്ല് വന്നിറങ്ങുക. അതാണ് സഭയുടെ പൂർണ്ണം. അന്ന് സഭ പൂർത്തീകരിക്കപ്പെടും. ആ ക്രൈസ്റ്റ് വന്ന് സഭയുടെ തലയായി മാറുക. ഇന്ന് ക്രിസ്തു വന്നിട്ടില്ലെങ്കിൽ ക്രിസ്തുവിന്റെ സഭയ്ക്ക് ഇന്ന് തലയില്ലെന്ന അർത്ഥം. അപ്പൊ നിങ്ങളുടെ ചർച്ച് തലയില്ലാത്ത സഭയാ. തലയില്ലാത്ത ഒരു സഭ നടന്നുകൊണ്ടിരിക്കും. ഇതാണോ സഭ? ക്രിസ്തുവിന്റെ തല, സഭയുടെ തല ക്രിസ്തു ആണെങ്കിൽ ആ ക്രിസ്തു തലയിലേക്ക് വന്നിറങ്ങുന്നതിനെയാണ് സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മൂന്നാമത്തത് നിത്യജീവൻ. നിത്യജീവൻ എപ്പോഴേ കിട്ടത്തുള്ളൂ? യേശു എന്താ പറഞ്ഞത്? എന്റെ നാമനിമിത്തം എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ തേച്ച് കുരിശെടുത്തന്നെ അനുഗമിക്കട്ടെ. എന്നിട്ട് പറയാണ്, ഒരുത്തൻ അപ്പനെയോ അമ്മയോ വീടോ മക്കളെയോ എന്തോ നിലമോ ഈ ലോകം എന്നുള്ള ഈ കാലം എന്നഴിക്കുന്നുണ്ട്. ഈ കാലത്ത് എന്ത് അവൻ നഷ്ടപ്പെടുത്തിയാലും 100 മടങ്ങ് അവനെ തിരിച്ചു കിട്ടും, ഉപദ്രവങ്ങളോടുകൂടെ. എന്നിട്ട് വരുവാനുള്ള ലോകം എന്ന് എഴുതിക്കുന്നത് തെറ്റാ. വരുവാനുള്ള കാലത്ത് നിത്യം. അപ്പൊ വരുവാനുള്ള കാലം ഏതാ? യേശുവിന്റെ കാലം. 2 കാലമേ ഉള്ളൂ. ഈ കാലം വരാനുള്ള, ബൈബിൾ നിങ്ങൾ നന്നായി നോക്കി. ഈ ലോകത്തും വരാനുള്ള ലോകം, ഈ കാലത്തും വരാനുള്ള. ഈ കാലം എന്ന് പറഞ്ഞാൽ മോശയുടെ കാലം. 2000 വർഷത്തിന് മുമ്പാകട്ടോ മോശയുടെ കാലം. വരാനുള്ള കാലം മിശിഹയുടെ കാലം. അപ്പൊ മോശയുടെ കാലം അവസാനിക്കുന്നതിനെയാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. മനസ്സിലായോ? കാലം തികഞ്ഞു എന്ന് പറഞ്ഞാൽ ഏത് കാലം? മോശയുടെ കാലം തികഞ്ഞു, ന്യായപ്രമാണത്തിന്റെ കാലം തീർന്നു. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ അന്ത്യകാലമാണ്. ഇവിടെ കുറെ കോഞ്ഞാളന്മാർ എഴുന്നേറ്റ് പ്രസംഗിക്കും. ഇപ്പൊ കുറെ കള്ളപ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അമ്മ പറയുന്നത് അന്ത്യോലത്ത് ദൈവം സകലത്തിന്മേൽ അഭിഷേകം പറയും. ഇത് വരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ പിള്ളേർ പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ എന്താ പ്രവചിക്കുന്നു? എന്താ പ്രവചിക്കുന്ന കാര്യം? അത് പറയുന്നു അന്ത്യകാലം. അന്ത്യകാലം. കാരണം ഈ വിവരം വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞു, നീക്ക് ഏത് സ്കൂളിലാണ് പഠിച്ചത്? അത് നീ ഈ സ്കൂളിൽ പഠിച്ചപ്പോ ഇങ്ങനെയാണോ? ശരിയായിരിക്കും, നീ സ്കൂളിൽ പഠിച്ച് ഈ പൊട്ടത്തരം അറിയാൻ മേത്തോണ്ടായിരിക്കും നീ പൊട്ടനായിട്ട് നീ ഇതിനകത്ത് വന്ന് കയറിയത്. എനിക്ക് മനസ്സിലായോ? ഈ ജീവിതത്തിൽ എല്ലായിടത്തും തോറ്റു പോകുന്നവന്മാർ വന്ന് കയറി രക്ഷപ്പെടുന്ന സ്ഥലമാണ് ഈ സുവിശേഷ ലോകം. നേരെ ജോലിയുള്ളവർക്ക് ഇതിനകത്തൊന്നും പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ദൈവാസനെ കണ്ടു, വളരെ സീരിയസ് ആയിട്ട് ദൈവത്തെ സ്നേഹിക്കുന്ന, വർഷങ്ങളായിട്ട് സുവിശേഷത്തിന് ആയിരങ്ങളെ സ്നാനപ്പെടുത്തിയ ദൈവാസൻ. പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ വചനത്തിന് സത്യം വേണ്ടി നിൽക്കുന്നുള്ളൂ, എനിക്ക് ജനത്തെ കബളിപ്പിക്കാൻ അറിയത്തില്ല. പുള്ളി എന്നോട് ഒരിക്കൽ പറഞ്ഞിങ്ങനെയാണ്, എന്റെ കൊച്ചുങ്ങളങ്ങനൊന്ന് വളർന്നൊരു 5,000 രൂപ മാസം, 5,000 രൂപ മാസം എനിക്ക് കൊണ്ടു തരുന്ന സമയം ആയാൽ ഞാൻ ഈ പ്രസ്ഥാനം എടുത്ത് ഓട്ടിക്കളയുന്നു. കാരണം സത്യം പറയാൻ യാതൊരു നിർവാഹമില്ലാത്ത സമയം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവെന്ന് പറഞ്ഞാൽ നമ്മെ ചേർക്കാൻ വരുന്നു. ഇതെല്ലാം ചുമ്മാ പോട്ടെ, നീ പാടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ദേവാലയത്തിന്റെ പൂർത്തീകരണം, നിത്യജീവൻ വരണം, സഭയുടെ തലയായി ക്രിസ്തു വരണം, രക്ഷാസാധ്യമാകണം, പാപങ്ങൾക്ക് എന്നേക്കുമായി പരിഹാരം വരണം. പിടികിട്ടിയോ? ഇങ്ങനെ എല്ലാം കൂടെ ഞാൻ പറഞ്ഞു പോകുന്നില്ല, ഒരു കുറച്ച് കാര്യം മാത്രം മതി. ഇങ്ങനെ വളരെ പ്രാധാന്യമുള്ള, വളരെ അതീവ പ്രാധാന്യമുള്ള ന്യായപ്രമാണം നീക്കം വരുത്തണം. ന്യായപ്രമാണത്തെ നീക്കം വരുത്തണേ ക്രൈസ്റ്റ് വന്നേ പറ്റത്തുള്ളൂ. ആ ക്രൈസ്റ്റിന്റെ വരവോടുകൂടെയാണ് ന്യായപ്രമാണം അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് വചനത്തിൽ വായിച്ചിട്ടില്ലേ, ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ എന്ന് പറഞ്ഞ കാരണം എന്താ? യോഹന്നാൻ സ്നാപകന്റെ ദൈവം അയച്ചു. യോഹന്നാൻ സ്നാപകൻ വന്നത് യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തിന്റെ മുന്നോടിയായിട്ടല്ല. യോഹന്നാൻ സ്നാപകൻ വന്നത് യേശുവിന്റെ 2ാം വരവിന്റെ മുന്നോടിയാണ്. അതായത് AD 70 സംഭവിക്കാൻ പോകുന്ന ജഡ്ജ്മെന്റ്, കൊയ്ത്ത്. അവിടെ കൊയ്ത്ത്, അതാ വീശുപുറം കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞ് കൊയ്ത്ത്, ജഡ്ജ്മെന്റ്. വൃക്ഷത്തിന് ചോട്ടി കോടാൽ വെച്ചിരിക്കുന്നു, തീ കൊണ്ട് സ്നാനപ്പെടുത്തും. ജഡ്ജ്മെന്റ്, ഹാർവസ്റ്റ്. ഹാർവസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ റിസറക്ഷൻ ആകട്ടോ, അതിലേക്ക് നമുക്ക് പിന്നെ പോവാം. റിസറക്ഷൻ, ഇതെല്ലാം യേശുവിന്റെ 1ാം വരവിൽ സംഭവിച്ചില്ല. ഇതെല്ലാം സംഭവിച്ച യേശുവിന്റെ 2ാം വരവില്ല. യെരൂശലേമിൽ നശിച്ചതും ഇസ്രായേലിന് ജഡ്ജ്മെന്റ് വന്നതും, ചൂള പോലെ കത്തുന്ന ദിവസം വന്നതും, വരുവാനുള്ള കോപത്തിൽ നിന്ന് തെറ്റിയൊഴിവ നിങ്ങൾ ഉപദേശിച്ചാരെന്ന് പരീശന്മാരോട് ചോദിക്കുമ്പോൾ ആ വരുവാനുള്ള കോപം, these all events are connected with the parousia of Christ. So John the Baptist was not the forerunner of his incarnation, he was the forerunner of his second. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? യോഹന്നാൻ മരുഭൂമിയിൽ നിന്നിട്ട് വിളിച്ചു പറഞ്ഞത് എന്തിന്റെ മുന്നോടിയാ? 2ാം വരവിന്റെ മുന്നോടിയാണ്. അതായത് യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ
മുന്നോടിയായി യഹൂദ മരുഭൂമിയിൽ 2000 വർഷത്തിന് മുമ്പ് വന്ന് പ്രസംഗിച്ചത് എന്താ പ്രസംഗിച്ചറിയോ? ദൈവരാജ്യം സമീപിച്ചു. എപ്പോഴാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത്? യേശുവിന്റെ സെക്കൻഡ് കമ്മിങ്ങിൽ മാത്രമേ അപ്പോൾ ദൈവരാജ്യം അതിന്റെ മഹത്വത്തോടെ വരുന്നത് കാണും. അപ്പൊ ദൈവരാജ്യം മഹത്വത്തോടെ വരുന്ന എപ്പോഴാ? യേശു രണ്ടാമത് വരണം. അപ്പൊ യേശു രണ്ടാമത് വന്നാലേ മഹത്വത്തോടെ. അപ്പൊ നിങ്ങളിപ്പം നമ്മൾ രാജ്യത്തിലാ എന്നൊക്കെ പറയുമല്ലോ. രാജ്യം വന്നിട്ടില്ലെങ്കിൽ യേശു വന്നാലേ രാജ്യം വരത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അത് സംഭവിച്ചത് AD 70-ലാണ്. യെരുശലേം നശിപ്പിച്ചു, ദേവാലയം ആരംഭിച്ചു. പഴയ നിയമം തീർന്നു, പുതിയ നിയമം ആരംഭിച്ചു. മരണം നീങ്ങ്, നിത്യജീവൻ വന്നു. രക്ഷയ്ക്കായി കാത്തിരുന്നവർക്ക് രക്ഷ പ്രാപിച്ചു. കാരണം അവരുടെ മഹാപുരോഹിതൻ വിശുദ്ധാന്തര മന്ദിരത്തിൽ നിന്ന് വെളിപ്പെട്ടു വരികയാണ്. ഇതെല്ലാം ആളുകൾ കണ്ണുകൊണ്ട് കാണണം എന്നൊരു വാശി പിടിക്കരുത്. കാരണം കർത്താവായ യേശു തന്റെ സ്വർഗാരോഹണത്തോടുള്ള ബന്ധത്തിൽ, സ്വർഗാരോഹണത്തിന് ശേഷം ബൈബിൾ പറയുന്നത് എങ്ങനെയാ? ഗ്ലോറിഫൈഡ്. ഒരു മേഘം അവനെ മൂടിയെന്ന് എഴുതിയിരിക്കുന്നത്, പക്ഷേ ഗ്ലോറിഫൈഡ്. അവൻ ആരായി മാറി? തേജസ്സിലേക്ക് മാറി. അവന്റെ ശരീരം ഇന്ന് അവിടെ ഇല്ല. നമ്മുടെ ആളുകൾ വിചാരിച്ചിരിക്കുന്ന അസ്ഥിയും മാംസമുള്ള ഒരു ശരീരത്തോടെ കസേര കുത്തിയിരിക്കുക, പിതാവ് പോകാന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് 2000 വർഷമായിട്ട്. നോ, യേശു ക്രിസ്തു തന്റെ പഴയ മഹത്വത്തിലേക്ക് പോയി. ഏതാ പഴയ മഹത്വം? പിതാവേ, ലോകാരംഭത്തിന് മുമ്പുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളുന്ന മഹത്വത്തിലേക്ക് തിരികെ പോയി. ഒന്ന് കൊരിന്ത്യർ ലേഖനം 15-ാമത്തെ പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്ന ക്രിസ്തു ആരായി മാറി? ജീവിപ്പിക്കുന്ന ആത്മാവായി മാറി. ഈസ് ബിക്കം എ ലിവിങ് സ്പിരിറ്റ് ആണ് ഇന്ന് ക്രൈസ്റ്റ്. ഇന്ന് ക്രൈസ്റ്റ് കണ്ണും മൂക്കും വായും ഒക്കെ ഉള്ള ഒരാളായിട്ട് അവിടെ നിൽക്കുന്ന കോൺസെപ്റ്റ് വേണ്ട. ഇറ്റ്സ് എ ലിവിങ് സ്പിരിറ്റ്. ഇറ്റ്സ് എ ലിവിങ് സ്പിരിറ്റ്. ഹി ലിവ്സ് ഇൻ യു. ഞാൻ ഇങ്ങനെ പറയാം, ഒന്നുകൂടെ പറഞ്ഞ് എന്റെ വാക്ക് നിർത്താം. യേശു ക്രിസ്തു നമ്മളെ ചേർക്കാനും നമ്മളെ വലിച്ചോണ്ട് പോകാനും ഒന്നും അല്ല വരുന്നതല്ല വന്നത്. അവന്റെ സഭയാകുന്ന ശരീരത്തിന്റെ തലയായി അവൻ വന്നു. ഓരോ വിശ്വാസിയുടെ ഉള്ളിലേക്ക് അവൻ വന്നു. ക്രിസ്തു നിന്റെയും എന്റെയും ഉള്ളിൽ വന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ ഉള്ളിൽ യേശു വന്നു, അതുകൊണ്ടാണ് ഞാൻ യേശുവിന്റെ മകനായി മാറിയത്. ആ യേശുവിന്റെ മകനായി മാറിയ ഞാനാണ് യേശുവിന്റെ രണ്ടാമത്തെ വരവിന്റെ അടയാളം. ഞാൻ എന്റെ വാക്കുകൾ വിരാമം ഇടുന്നു. അതുകൊണ്ട് ഈ യേശുക്രിസ്തു വരുന്നു എന്ന് പറയുന്ന ഈ ഭോഷത്തരങ്ങളെ നിർത്തി യേശുവിന്റെ വരവ് എന്താണെന്ന് ബൈബിളിനെ സത്യസന്ധമായി പഠിക്കുക. ഈ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ഉപദേശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന, ഈ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഈ വൃത്തികെട്ട നടപടി നിർത്തി കർത്താവായ യേശുക്രിസ്തുവിന്റെ മാർഗത്തിന് വേണ്ടി നിൽക്കുക. ദൈവവചനം എന്ത് പറയുന്നു അതിനുവേണ്ടി നിൽക്കുക. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. God bless you.